എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ബ്രൂണോ എന്ന API ടെസ്റ്റിംഗ് ടൂളിന്റെ ഇൻട്രൊഡക്ഷനും ഇൻസ്റ്റലേഷനുമാണ്. നമുക്ക് ആദ്യമേ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ബ്രൂണോ is a new and innovative open source API client aimed at revolutionizing the status quo represented by popular API testing tools out there. Bruno stores the collections directly in a folder on your file system. Bruno uses a plain text markup language, Brew, to save information about API requests. Bruno is lightweight. It supports Rust and GraphQL APIs. One can use Git or any version control of your choice to collaborate over your API collections. Bruno എന്നത് പുതിയൊരു ഓപ്പൺ സോഴ്സ് API ക്ലയന്റ് ആണ്. മറ്റ് API ടെസ്റ്റിൽ നിന്നും വ്യത്യസ്തമായി ബ്രൂണോ കളക്ഷൻസ് സ്റ്റോർ ചെയ്യുന്ന ഫയൽ സിസ്റ്റത്തിന്റെ അകത്ത് തന്നെയാണ്. ക്ലൗഡിലല്ല കളക്ഷൻസിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്ന ബ്രൂണോ API റിക്വസ്റ്റിന്റെ ഇൻഫോർമേഷന് സ്റ്റോർ ചെയ്യുന്ന പ്ലെയിൻ ടെക്സ്റ്റ് മാർക്ക് ലാംഗ്വേജ് ബ്രൂ യൂസ് ചെയ്താണ്. ബ്രൂണോ ലൈറ്റ് വെയിറ്റ് ആണ്. ബ്രൂണോ റസ്റ്റും GraphQL APIs സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗിറ്റോ അല്ലെങ്കിൽ വേറെ വെർഷൻ കൺട്രോൾ യൂസ് ചെയ്ത് കളക്ഷൻസ് കൊളാബറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് എങ്ങനെയാണ് ബ്രൂണോ എന്ന API ടെസ്റ്റിംഗ് ടൂൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാണ് ബ്രൂണോ എന്ന API ക്ലയന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതിനകത്ത് ഡോക്സ് എന്നൊരു ലിങ്ക് ഉണ്ട്. ഇതിൽ ഈ പർട്ടിക്കുലർ ടൂളിനെ കുറിച്ചുള്ള ഡോക്യുമെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രൂണോ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റേഷനകത്ത് വന്നതിന് ശേഷം ഡൗൺലോഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനുസരിച്ച് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്ന വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഞാൻ ഈ ഡൗൺലോഡ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു. ഡൗൺലോഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഈ exe ഫയൽ റൺ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുക. റൺ എനിവേ എന്നുള്ള ഓപ്ഷൻ ഞാൻ കൊടുത്തു. ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ടായി. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ബ്രൂണോയുടെ UI ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതാണ് ബ്രൂണോയുടെ UIയുടെ ലേഔട്ട്. അപ്പോൾ ബ്രൂണോ എന്ന API ടൂളിന്റെ ഇൻട്രഡക്ഷനും ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയറും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ ബ്രൂണോ യൂസ് ചെയ്ത് എങ്ങനെ കളക്ഷൻസ് ആഡ് ചെയ്യും എന്നുള്ളതും കളക്ഷൻ്റെ അകത്ത് API റിക്വസ്റ്റ് ഡീറ്റെയിൽസ് എങ്ങനെ ആഡ് ചെയ്യുന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.